ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫ സീൻ ഷൂട്ടിലോട്ട് സ്വാഗതം. അപ്പം നമ്മുടെ നാളത്തെ അല്ലെങ്കിൽ ഇനി വരുന്ന 2 ദിവസത്തെ ഏകദേശം ഒരു കുറച്ച് വിശേഷങ്ങൾ നമ്മുടെ സാന്ത്വനം 2 കേട്ടാലോ. നമ്മുടെ വീഡിയോസൊക്കെ കേൾക്കാൻ ഇഷ്ടമുള്ള ഒരുപാട് പേരൊക്കെ ഉണ്ടെന്നറിയാം. ഒരുപാട് സന്തോഷം കേട്ടോ. എൻ്റെ മുത്തുമണീസിനോടൊക്കെ ഒരുപാട് സന്തോഷം. നമ്മുടെ വീഡിയോ കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകില്ല. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ വെക്കാനായിട്ട് ശ്രമിക്കണം. അപ്പം നമുക്ക് വിശേഷത്തിലോട്ട് പോയാലോ. അങ്ങനെ നമ്മുടെ അനുവും അതുപോലെ ബാലനും ഗോമതിയും ആര്യനും ഒക്കെ തിരിച്ച് കോടതിയിൽ നിന്ന് വരെയാണ്. അപ്പം അടുത്ത ഹിയറിംഗ് വേറൊരു ഡേറ്റ് പറഞ്ഞിട്ടാണ് അവർ വെക്കുന്നത്. അപ്പം ആ സമയത്ത് നമ്മുടെ അലോകിനെ വീണ്ടും ജയിലിലോട്ട് തന്നെ വിടുകയാണ്. സത്യം പറഞ്ഞാൽ അലോക് വന്ന് അനുശ്രീയോട് ആ ഒരു മാപ്പും അപേക്ഷയും എല്ലാം നടത്തി കഴിഞ്ഞപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു ചെറിയൊരു വിഷമം അനുശ്രീക്ക് തോന്നി. അതേ വിഷമം തന്നെ നമ്മുടെ ഗോമതിക്കും തോന്നാണ്. എത്രയായാലും ഏട്ടൻ്റെ മകനല്ലേ, എത്രയോ തെറ്റുകൾ ചെയ്തേക്കണു എൻ്റെ ദേവി മോളോട്, എന്നെ കൊല്ലാൻ വരെ ശ്രമിച്ചവനാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഗോമതി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു വിഷമം ഉണ്ടാക്കിയ കാര്യങ്ങളാണ്. അങ്ങനെ അവർ ആ വിഷമത്തോടെ ഇരുന്ന സമയത്ത് നമ്മുടെ മീനാക്ഷി വരെയാണ്. മീനാക്ഷി വന്നിട്ട് മോളെ എങ്ങനെ ഉണ്ടായിരുന്നു, അപ്പോൾ കോടതിയിൽ നടന്ന കാര്യങ്ങളും അനുവിൻ്റെ വാദവും എല്ലാം അനു പറഞ്ഞ കാര്യങ്ങളും അവൾ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ചില സമയത്ത് എൻ്റെ മോള് പതറിപ്പോയി. ബാലൻ പറയുന്നുണ്ട്, ആ പതറിയ സമയത്ത് അവൾ എന്നെ ഒരു നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ ആ ഒരു മോള് ധൈര്യമായിട്ടിരിക്കുക എന്നുള്ള ഒരു ഭാവം മതി. അവൾ ധൈര്യമായിട്ടിരുന്ന് കാര്യങ്ങളൊക്കെ അതിൻ്റേതായ രീതിയിൽ വേണ്ടുന്ന പോലെ തന്നെ ഹാൻഡിൽ ചെയ്തു. മിടുക്കി, ഇങ്ങനെ വേണം. കാരണം നീ ഇതിലൊന്നും ഓർത്ത് വിഷമിക്കേണ്ട കേട്ടല്ലോ അനുമോളെ. നമ്മുടെ കുടുംബത്തോട് അവൻ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാലോ, അത് മാത്രം നീ മനസ്സിൽ കരുതിയാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. ആ സമയത്ത് നമ്മുടെ ഗോമതി എല്ലാവരും മുമ്പിൽ വെച്ച് പറയുന്നുണ്ട്, പക്ഷേ എന്തോ ഒരു വല്ലാത്തൊരു വിഷമം. അവന് വീണ്ടും ജയിലിലോട്ട് തന്നെ കൊണ്ടുപോയത് കണ്ടപ്പോൾ വല്ലാത്തൊരു വിഷമം. അപ്പോൾ ഇവരൊക്കെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ മിത്ര അവിടെ ഇരുന്ന് ഇങ്ങനെ കേൾക്കുന്നുണ്ട് കേട്ടോ. എത്രയാണെങ്കിലും മിത്രയുടെ ഏട്ടനല്ലേ അലോക്. കുഞ്ഞുനാൾ മുതൽ ഒരുമിച്ച് കളിച്ച് വളർന്ന് വലുതായി ഇത്രയും ആയ സ്ഥിതിക്ക് ഇപ്പോൾ ഒരു ജയിലിലൊക്കെ ആയെന്ന് കേട്ടപ്പോൾ നമ്മുടെ മിത്രയ്ക്ക് ഭയങ്കര ഒരു വിഷമം കേട്ടോ. അപ്പം മിത്രയ്ക്ക് എവരുടെയൊക്കെ മുന്നിൽ ഇരിക്കാൻ പറ്റുന്നില്ല. കാരണം മനസ്സിൽ ആ ഒരു ബുദ്ധിമുട്ടാണ്. അല്ലേ, നമുക്ക് ആ സ്വാഭാവികമല്ലേ, ഒരു കൂടപ്പിറപ്പാകുമ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നു കഴിയുമ്പോൾ അതൊരു വല്ലാത്തൊരു വിഷമമല്ലേ. അങ്ങനെ അവർ കാര്യങ്ങളൊക്കെ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് നമ്മുടെ മിത്ര പതുക്കെ അകത്തോട്ട് മാറിപ്പോവാണ്. അപ്പം മീനാക്ഷി ചോദിക്കുന്നുണ്ട്, എന്താ മിത്ര നിനക്കൊരു വല്ലായ്മ പോലെ, നിനക്ക് വിഷമായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും മിത്ര പറഞ്ഞു, ഇല്ല ഞാൻ വെള്ളം കുടിക്കാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞ് പോയി വെള്ളം കുടിക്കാനായിട്ടോ. എന്നിട്ട് മിത്ര ആരും കാണാണ്ട് പൊട്ടി കരയാണ്. കാരണം മിത്രയ്ക്ക് ഭയങ്കര വിഷമാവുകയാണ്. എല്ലാവരും ഇങ്ങനെ അലോകിനെ കുറ്റപ്പെടുത്തി ഓരോ കുറ്റങ്ങളും. കാരണം അവൻ ചെയ്ത തെറ്റ് എത്രത്തോളം വലുതാണ് എന്നുള്ളത് മിത്രയ്ക്ക് അറിയാം. പക്ഷേ എങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് എൻ്റെ കൂടപ്പിറപ്പും കൂടെ ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരു വല്ലാത്ത പ്രയാസം തോന്നുക എന്നൊക്കെ ഇങ്ങനെ പറയണേ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് മിത്രയ്ക്ക് മനസ്സിലൊരു തോന്നൽ, ഇനിയിപ്പോൾ മിക്കവാറും അലോകിന് ശിക്ഷ വിധിക്കും, കോടതിയിൽ അങ്ങനെ വരാൻ വഴിയുള്ളൂ. അതുകൊണ്ട് അലോകിനെ ഒരു നോക്കൊന്ന് കാണാനായിട്ട് തോന്നുന്നു. എത്രയാണ് കൂടപ്പിറപ്പായിട്ടുള്ള അവനെ ഒന്ന് കാണണം. അതുകൊണ്ട് മിത്ര ഒരു തീരുമാനം എടുക്കുകയാണ്. അലോകിനെ ജയിലിൽ പോയി ഒന്ന് കാണാമെന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ നമ്മുടെ മിത്ര ജയിലിൽ പോയി അലോകിനെ കാണുകയാണ്. അപ്പോൾ അലോക് അവിടെ ജയിലിനകത്ത് വിഷമിച്ച് തളർന്ന് ആകെ ഒരു അവശനായിട്ട് ഇങ്ങനെ ഇരിക്കാനുണ്ട്. ഒരു ഭ്രാന്തനെ പോലെയുള്ള ഒരു സിറ്റുവേഷൻ. അടിയും ഇടിയും നല്ലപോലെ കൊണ്ട് ചതഞ്ഞ് ആകെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് അലോക് ഇരിക്കുന്നത്. അപ്പം ഏട്ടാന്ന് വിളിച്ചിങ്ങനെ മിത്ര ചെല്ലുമ്പോഴേക്കും അലോക് പെട്ടെന്ന് ഞെട്ടി ഇങ്ങനെ നോക്കുകയാണ് ആരാന്നുള്ള രീതിയിൽ. അലോക് വല്ലാണ്ടായി പോവാണ് കേട്ടോ. മിത്രയെ കണ്ടപ്പോൾ അലോകിൻ്റെ മനസ്സിൽ വല്ലാത്തൊരു വിഷമമാവുകയാണ്. നീ വന്നോ, ഞാൻ ഇപ്പോൾ ഇച്ചിരി മുന്നേ ഇന്നലെയൊക്കെ നിൻ്റെ കാര്യം ഞാൻ ഓർത്തായിരുന്നു, നിനക്ക് സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. മിത്രയ്ക്ക് അങ്ങ് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല, പൊട്ടിപ്പോവാണ്. കാരണം ഇത്രയും തെറ്റുകളൊക്കെ ചെയ്തിട്ട് ജയിലിൽ കിടക്കേണ്ട ഒരു അവസ്ഥ അലോകിന് വന്നല്ലോ എന്നോർത്തിട്ട്. അപ്പം മിത്ര പറഞ്ഞു, നീ വെറുതെ ഓരോ കളി കളിച്ചല്ലേ അലോക ഇപ്പോൾ ഈ ഒരു അവസ്ഥ വരുത്തി വെച്ചത്. ഞാൻ അന്നേ പറഞ്ഞല്ലേ അലോകേട്ടാ, ദേവമംഗലക്കാരോട് അവർ വെറും സാധുക്കളാണ്, പക്ഷെ അവരെ കൂടെ കളിച്ച് അവസാനം ഈ ഗതി വന്നില്ലേ. അലോകേട്ടൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അനുവിനെ പോലും അലോകേട്ടൻ വിട്ടില്ല. കാര്യം വേറെന്താ, അവളെ കൂടെ സ്നേഹം നടിച്ച് അവളെ എനിക്ക് ഇഷ്ടമാണെന്നുള്ള രീതിയിലൊക്കെ വരുത്തി തീർത്ത് അവളെ അവസാനം പറ്റിച്ച്
പ്രതീക്ഷിച്ചില്ലേ ഈ അവസ്ഥയൊക്കെ വന്നിട്ട് ഇപ്പം എന്നിട്ട് ലാസ്റ്റ് ആയപ്പം അനുവിൻ്റെ കല്യാണം മുടക്കാനായിട്ടും എന്തൊക്കെ കളിയാണ് അലോകേട്ടാ കളിച്ചത്. ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പം എന്താ പറ്റിയത്? അതിനൊന്നും അലോകിന് മറുപടി ഇല്ലായിരുന്നു. എനിക്ക് തെറ്റ് പറ്റിപ്പോയിടി മോളെ, എനിക്ക് തെറ്റ് പറ്റിപ്പോയി. എനിക്കിപ്പോൾ എല്ലാം മനസ്സിലാവുന്നുണ്ട്. ഞാൻ ചെയ്ത തെറ്റ്, അനുവിനോട് ഞാൻ ചെയ്ത തെറ്റ് എത്രത്തോളം വലുതാണ് എന്നുള്ളതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇനി എനിക്ക് ജീവിക്കണമെന്ന് പോലും ഒരാഗ്രഹമില്ല. എൻ്റെ മനസ്സാകെ തളർന്നു, മരിച്ചതുപോലെ ആയിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ അലോക് പറയാൻ കേട്ടോ. അപ്പോൾ ആ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ മിത്രയ്ക്കും ഒരു ഇതാവേണ്. എന്നിട്ട് മിത്ര കുറേ കാര്യങ്ങൾ പറയാണ്, ഇതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നു, സ്വയം വരുത്തി വെച്ചതല്ലേ ഇങ്ങനൊരു വിധി എന്നൊക്കെ മിത്ര അലോകിനോട് പറയാണ്. ഇനി എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. എനിക്ക് ഇത്ര മാത്രമേ ഉള്ളൂ. എനിക്ക് ഇത്രയും നാളും അനുവിനോട് ഒരു മനസ്സുകൊണ്ടൊരു ഇഷ്ടമോ സ്നേഹമോ ഒന്നും തോന്നിയിട്ടില്ല. വെറുപ്പും ദേഷ്യവും മാത്രമായിരുന്നു. പക്ഷെ എന്തെന്നറിയില്ല, എനിക്കിപ്പോൾ അവളൊരു കുറവ് പോലെ എനിക്ക് തോന്നുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേട്ടപ്പോൾ മിത്ര ഒരു നിമിഷം അലോകിനെ നോക്കുകയാണ്. എന്ന് വെച്ചാൽ അലോകിനെ വിശ്വസിക്കാനും പറ്റില്ല. പക്ഷെ എന്നാലും ആ കണ്ണുകൾ വെച്ച് എന്ന് വെച്ചാൽ അത്രയും സങ്കടത്തോടു കൂടി പറയണ കേട്ടപ്പോൾ മിത്രയ്ക്ക് ഒരു വിശ്വാസം തോന്നി. പക്ഷേ ഇതൊക്കെ അലോകിൻ്റെ വെറും നമ്പറാണ്. കാരണം മിത്ര എന്തായാലും വന്നു. അവളെ കൊണ്ട് അനുവിൻ്റെ സിമ്പതി നേടിയെടുക്കാനുള്ള അലോകിൻ്റെ വെറും കുതന്ത്രങ്ങളായിരുന്നു അത്. അങ്ങനെ അലോക് പറ്റുന്ന പോലെ മിത്രയുടെ മുമ്പിൽ പെർഫോം ചെയ്യണം കേട്ടോ. നീ അവളോട് പറയണം, ഞാൻ മനസ്സുകൊണ്ട് അവളോട് 1000 വട്ടം, ഞാൻ എത്ര വട്ടം മാപ്പ് പറഞ്ഞു എന്ന് എനിക്ക് തന്നെ അറിയില്ല, എന്നോട് അവളോട് പൊറുക്കാനായിട്ട് പറയണം. ഞാൻ ചെയ്ത എല്ലാ ക്രൂരതകൾക്കും ഒരു പെണ്ണും പൊറുക്കില്ല, എങ്കിലും അവളോട് നീ പറയണം എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പം മിത്ര അതിനൊന്നും മറുപടി പറഞ്ഞില്ല. മിത്രയ്ക്ക് ഒന്നും മനസ്സിലാവണില്ല. അലോകിനെ അങ്ങോട്ട് കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാനും പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ അങ്ങനത്തെ കുതന്ത്ര ഇതൊക്കെയാണ് അവൻ്റെ കയ്യിലുള്ളത്. അതുകൊണ്ട് മിത്ര അത് അങ്ങനെ വിഴുങ്ങാനും നിന്നില്ല. അങ്ങനെ കുറേ കാര്യങ്ങൾ അവരുടെ കുട്ടിക്കാലത്തെ കാര്യങ്ങളും ഈ ഒരവസ്ഥ വന്നിട്ട് എനിക്കൊരു സമാധാനവും ഇല്ല, എനിക്ക് ദേവമംഗലത്ത് നിന്നുകൊണ്ട് അലോകേട്ടന് വേണ്ടി ഒന്നും ചെയ്യാനും പറ്റുന്നില്ല എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ മിത്ര അലോകിൻ്റെ മുന്നിൽ എണ്ണിപ്പിറക്കി പറയണം കേട്ടോ. അപ്പോൾ അലോക് ലാസ്റ്റ് ഒരു നമ്പറും കൂടെ ഇടയാണ്, നീ അനുവിനോട് ചെന്നിട്ട് സംസാരിക്കണം. എനിക്കിനി പുറം ലോകം കാണണമെന്നുണ്ടെങ്കിൽ അനു ഒരാൾ വിചാരിച്ചാലേ പറ്റുള്ളൂ. ഇനി അടുത്ത ഹിയറിംഗ് വെച്ചിരിക്കുന്നത് 18-ാം തീയതിയാണ്. നീ പോയി അവളോട് സംസാരിക്കണം. എൻ്റെ ജീവിതം ഇനി ജയിലിലാണോ അല്ലയോ എന്നുള്ളത് അവൾ ഒരാളാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് നിനക്ക് അവളോടൊന്ന് സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പം മിത്രയ്ക്ക് എന്ത് പറയണമെന്നറിയില്ല. ഞാൻ എങ്ങനെ അലോകേട്ടോ അവളുടെ അടുത്ത് ചെന്ന് പറയണത്? എങ്കിലും ഞാൻ നോക്കട്ടെ, അവളുടെ അടുത്ത് ഞാൻ സംസാരിക്കാനായിട്ട് ശ്രമിക്കാം എന്നൊക്കെ ഇങ്ങനെ മിത്ര പറയണ്. അലോകിൻ്റെ മനസ്സിൽ വേറൊന്നുമില്ല, എങ്ങനെയെങ്കിലും മിത്രയെ സ്വാധീനിച്ച് അനുവിൻ്റെ സിമ്പതി നേടിക്കഴിഞ്ഞാൽ ഈ കേസ് നിഷ്പ്രയാസം ഊരിപ്പോകാം എന്നുള്ള തന്ത്രമാണ് അലോകിൻ്റെ ഉള്ളിൽ വരുന്നത് കേട്ടോ. അപ്പം അത് കഴിഞ്ഞ് മിത്ര വീട്ടിലോട്ട് വരികയാണ്. അങ്ങനെ വന്ന ശേഷം അനുവായിട്ട് മിത്ര കുറച്ചൊക്കെ ഇങ്ങനെ ഇതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അത് അനുവിൻ്റെ മനസ്സിൽ ഒരു ചെറിയൊരു അനുകമ്പയ്ക്ക് ഒരു സാധ്യത വരുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ രാജശ്രീയാണ്. കൃഷ്ണമംഗലത്ത് നമ്മുടെ അനന്തനും അച്യുതനും ഒരു തൻ്റെ മകൻ വരും എന്നുള്ളൊരു പ്രതീക്ഷയിൽ രാജശ്രീ ഇങ്ങനെ കാത്തിരിക്കാൻ കേട്ടോ. ആ സമയത്താണ് ഇവർ വരുന്ന സമയത്ത് തൻ്റെ മകനില്ല. അപ്പം രാജശ്രീ ചെന്നിട്ട് ചോദിക്കണം, അച്ചുവേട്ടാ എവിടെ എൻ്റെ മകൻ എന്തേ, അലോക് എവിടെയാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാൻ കേട്ടോ. അപ്പോഴേക്കും അനന്തം പറഞ്ഞു, അത് രാജശ്രീ ഹിയറിംഗ് വേറൊരു ദിവസത്തേക്ക് മാറ്റി വെച്ചതുകൊണ്ട് കേസ് ഇന്ന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അലോകിനെ വീണ്ടും ജയിലിൽ തന്നെ കൊണ്ടുപോയി. എന്ത്, അലോകിനെ വീണ്ടും ജയിലിൽ കൊണ്ടുപോയോ? എന്തൊക്കെയാ അച്ചുവേട്ട ഈ പറയണത്? ഇന്ന് കൊണ്ടുവരും എന്നല്ലേ എന്നോട് പറഞ്ഞത്? ഉച്ച കഴിഞ്ഞ് ഒരു കുറച്ച് വാദം കൂടെ ഉണ്ട്, അത് കഴിയുമ്പോൾ നമ്മുടെ മോനെ കൊണ്ടുവരും വീട്ടിലെന്ന് അച്ചുവേട്ടനല്ലേ എന്നെ വിളിച്ച് പറഞ്ഞത്. ഇപ്പം എന്താ ഇങ്ങനെയൊക്കെ പറയണത് എന്ന് പറഞ്ഞു. അപ്പോഴാണ് അച്യുതൻ പറയണത്, അത് പറഞ്ഞിട്ട് കാര്യമില്ല രാജശ്രീ, അവൻ്റെ അവസ്ഥ നീ കാണാതിരുന്നത് നന്നായി. നമ്മുടെ മകൻ ഈ ചതഞ്ഞരഞ്ഞ ഒരവസ്ഥയാണ്. പോലീസുകാരെ അവനെ തല്ലി ചതച്ചു. അവനെ കാണാതിരുന്നത് നീ നന്നായി. അതൊക്കെ കൂടെ കേൾക്കുമ്പോൾ രാജശ്രീക്ക് സഹിക്കാൻ പറ്റുന്നില്ല. രാജശ്രീ പൊട്ടിക്കരയാണ് കേട്ടോ. ഇന്ദിരാമയ്ക്കും അതുപോലെ നന്ദിതയ്ക്കും ഒക്കെ സങ്കടമാവുകയാണ്. കാരണം ഇങ്ങനെ ഒരു അവസ്ഥ മകന് വന്നല്ലോ, തൻ്റെ ചെറുമോന് വന്നല്ലോ എന്നോർത്ത് ഇന്ദിരാമ പോലും ഒരു നിമിഷം വിലപിച്ചു പോവുകയാണ് കേട്ടോ. ആകെ സങ്കടമാവുകയാണ് അവർക്ക് എല്ലാവർക്കും. അപ്പോഴേക്കും രാജശ്രീ പറയുന്നുണ്ട്, ഇതിനെല്ലാം കാരണക്കാരി ആ അനുശ്രീയാണ്. ഞാൻ വിടില്ല അവളെ ഞാൻ പച്ചയ്ക്ക്
ഒറ്റയ്ക്ക് കത്തിക്കും ഞാൻ, ദേവമംഗല കുടുംബം ഇനി ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് രാജശ്രീ ഭയങ്കരമായിട്ട് ഇങ്ങനെ ദേഷ്യപ്പെടുന്ന ഒരു സീനാണ്. അപ്പോഴേക്ക് അനന്തൻ പറയുന്നുണ്ട്, രാജശ്രീ നീ ഒരു കാര്യം ഓർത്തോണം, നമ്മുടെ അലോകാണ് തെറ്റ് ചെയ്തിരിക്കുന്നത്. അവൻ ഇന്ന് ജയിലിലാണ്. അനുശ്രീയുടെ കൂടെയോ അല്ലെങ്കിൽ ദേവമംഗലക്കാരുടെ കൂടെയോ ഏതെങ്കിലും രീതിയിൽ നമ്മൾ അവരെ അപഹരിക്കാനോ അല്ലെങ്കിൽ ശത്രുതാ രീതിയിൽ എന്തെങ്കിലും കാണിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് അലോകിനെ ബാധിക്കും. നീ അത് മനസ്സിൽ 10,000 വർഷം ഓർത്ത് വെച്ചാലും നീ അത് ഓർത്തോർത്ത് നീ വെച്ചോണം. കാരണം നിൻ്റെ അതിബുദ്ധി കാരണം നീ എന്തെങ്കിലും അവിവേകം ആ കുടുംബത്തോടോ അവിടെയുള്ളവരോടോ അനുശ്രീയോടോ കാണിച്ചാൽ അത് അലോകിൻ്റെ നമ്മുടെ കുട്ടിയുടെ ജീവിതത്തിൽ തന്നെ പാഴായിപ്പോ, അവൻ പിന്നെ പുറം ലോകം കാണില്ല എന്നൊക്കെ പറ്റുന്ന പോലെ അനന്തൻ രാജശ്രീയെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ രാജശ്രീയുടെ ഉള്ളിൽ കത്താണ്. രാജശ്രീ അനുവിനെ കൊല്ലണം, അവളെ കൊല്ലണം എന്ന രീതി തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ അലോകിൻ്റെ അവസ്ഥ ഓർത്ത് രാജശ്രീ എല്ലാം ഒന്ന് തണുത്ത് ഇതാവണ രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. എന്ത് ചെയ്യണമെന്ന് അറിയണ്ട. അച്യുതനും ഭയങ്കര വിഷമമാണ്. തൻ്റെ മകൻ ഇത്രയും ദിവസം ജയിലിൽ കിടന്നിട്ടും വീണ്ടും തൻ്റെ മകനെ ജയിലിലോട്ട് കൊണ്ടുപോയല്ലോ. ഇനി അടുത്ത ഇയറിങ്ങിനല്ലേ അവനെ ഇനി കാണാൻ പറ്റും. അന്നും ജാമ്യം കിട്ടുമോ ഇല്ലയോ? കാരണം എപ്പോഴും സ്ത്രീകൾക്ക് കോടതിയിൽ ഒരു അനുകമ്പ ഉണ്ടല്ലോ, ആ അനുകമ്പയല്ല അനു ഇന്നത്തെ വാദം കൊണ്ട് എന്നെ സാധിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ആയിരിക്കും എന്നുള്ളത് ഒരു പിടുത്തം കിട്ടുന്നില്ല അച്യുതനും അനന്തനും. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ദേവമംഗലത്തെ ചെറിയൊരു ഇഷ്യൂസ് കാണിക്കുന്നുണ്ട്. വേറൊന്നുമല്ല, നമ്മുടെ ആനന്ദ് എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് അവരുടെ ഷെൽഫിൽ എന്തോ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആനന്ദിന് കണ്ണിലൊരു ബോക്സ് ഇങ്ങനെ കാണാൻ കേട്ടോ. അപ്പോൾ ആനന്ദ് ഇതെന്താ, ഇത് കുറച്ചായിട്ട് ഇവിടെ ഇരിപ്പുണ്ടല്ലോ, ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ലല്ലോ എന്നാ സംഭവം എന്നും പറഞ്ഞ് ആനന്ദ് ആ പെട്ടി എടുത്തിട്ട് ആനന്ദ് അത് എടുത്ത് നോക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അത് തുറന്ന് നോക്കുമ്പോൾ കുറച്ച് ഗോൾഡാണ്. അപ്പോൾ ഇത് ദേവിയുടെ ഗോൾഡാണോ? ദേവിയുടെ ഗോൾഡെല്ലാം ലോക്കറി വെച്ചൊക്കെയാണല്ലോ, ഇതേത് ഗോൾഡാണ്? അപ്പോഴേക്കും ആനന്ദ് ചെന്നിട്ട് ദേവീനെ വിളിച്ചുകൊണ്ട് വരുന്നു. ദേവിയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ദേവി അത് ബാലച്ചൻ വാങ്ങിച്ചു കൊടുത്ത ഗോൾഡാണല്ലോ, അത് ആനന്ദ് ഇതുവരെ കണ്ടിട്ടില്ല. അപ്പം ദേവി കാര്യങ്ങളൊക്കെ പറയണേ, ഇത് ബാലച്ചൻ മേടിച്ച് തന്നെയാണ്. അപ്പോൾ അത് ഞാൻ ലോക്കറിൽ വെച്ചില്ല ആനന്ദേട്ടാ, ബാലച്ചൻ എന്തെങ്കിലും ആവശ്യം വരുമ്പം കൊടുക്കാം എന്നുള്ള രീതിയിൽ വെക്കുകയാണ്. ഇതെന്തിനാണ് നിനക്ക് മാത്രം വാങ്ങിച്ചു തന്നത്, അതെന്തിനാ അച്ഛൻ അങ്ങനെ ചെയ്തത് എന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു, നമുക്ക് കുഞ്ഞുണ്ടാവാൻ പോകണമെന്ന് അറിഞ്ഞ സമയത്ത് അച്ഛനും അമ്മയും കൂടെ ഒരു സേവിങ് ആയിട്ട് ഇത് ഇരിക്കട്ടെ എന്ന് കരുതി മേടിച്ച് തന്നതാണെന്ന് പറയും. അപ്പോൾ ആനന്ദ് പറയും, ഓ അപ്പം നീ ആ സമയത്ത് ആ കളിയും കളിച്ചു അല്ലേ എന്നിങ്ങനെ പറയണം ആനന്ദ്. ആനന്ദേട്ടാ എന്തൊക്കെയാണ് ഈ പറയണേന്ന് ദേവി ചോദിക്കുകയാണ്. അപ്പോൾ ആനന്ദ് പറയുന്നുണ്ട്, പിന്നെ അല്ലാണ്ട് എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും സിമ്പതി മേടിച്ച് നീ സത്യം പറയടി, ഇത് മോഷ്ടിച്ചല്ലേടി എൻ്റെ അമ്മയുടേന്ന്. എന്തൊക്കെയാണ് ആനന്ദേട്ടാ ഈ പറയണത്, ഞാൻ മോഷ്ടിക്കാനോ? ഇതെനിക്ക് ബാലച്ചൻ, ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ടും ബാലച്ചൻ മേടിച്ച് തന്നതാണ്. പക്ഷെ അതിന് ശേഷമാണ് കുഞ്ഞൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടത്. കുഞ്ഞ് നമുക്ക് നഷ്ടപ്പെട്ടതല്ല, നീ നഷ്ടപ്പെടുത്തിയതാണടി എന്ന് പറഞ്ഞ് ആനന്ദ് ദേഷ്യപ്പെടുന്നു കേട്ടോ. അപ്പോൾ ഈ സമയം ബാലച്ചൻ കടയിൽ നിന്ന് ഗോമതി സ്റ്റോറിൽ നിന്ന് വന്നിട്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഗോമതി ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി ബാലേട്ടാ, ആകെ തളർന്ന് വല്ലാണ്ടിരിക്കണോ? ഏയ് ഒന്നുമില്ല ഗോമതി, ഞാൻ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. അതായത് നമ്മുടെ ജീവൻ്റെ വീട്ടുകാർ വന്ന് നമ്മളെ അടുത്ത് 1 കോടി രൂപ നഷ്ടപരിഹാരം ചോദിച്ചായിരുന്നല്ലോ. ആ പണം കാര്യം ജീവൻ ഇവിടെ വന്ന് പറഞ്ഞു വേണ്ട എന്ന്. പക്ഷേ എങ്കിലും എൻ്റെ അഭിമാനം പറയണു, അത് കൊടുക്കേണ്ടതായിരുന്നു. കുറച്ച് പൈസയെങ്കിലും ഒന്ന് കൊടുക്കേണ്ടതായിരുന്നു. ഉള്ളതുപോലെ ഒരു 10 ലക്ഷം രൂപയെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ എന്നുള്ളൊക്കെ ഉള്ളൊരു ചിന്ത ബാല ഇങ്ങനെ ഗോമതിയുടെ അടുത്ത് പറയുമ്പോൾ ഈ സമയം മീനാക്ഷിയും ആനന്ദും ഒക്കെ വരികയാണ്. അപ്പോൾ ആനന്ദ് അപ്പോൾ വന്നപ്പോൾ ബാലൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ ഇപ്പോൾ തൽക്കാലം ഒരു 10 ലക്ഷം രൂപ കൊടുക്കാനാണെങ്കിൽ അച്ഛൻ മേടിച്ചു കൊടുത്ത ദേവിക്കായിട്ട് മേടിച്ചു കൊടുത്ത ഗോൾഡ് ഉണ്ടല്ലോ, അതുകൊണ്ട് വിൽക്കുക എന്തെങ്കിലും ചെയ്തിട്ട് തൽക്കാലം ഒരു 10 ലക്ഷം രൂപ കൊടുക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ബാലൻ അത് ആനന്ദ് അറിഞ്ഞു എന്നുള്ളത് ബാലന് മനസ്സിലായി, എങ്ങനെയോ കണ്ടതായിരിക്കും എന്നുള്ള രീതിയിൽ ദേവിയുടെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ ബാലൻ പറഞ്ഞു, ഏയ് അതൊന്നും വേണ്ട, അതൊന്നും നീ അങ്ങനെ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് ബാലൻ വീണ്ടും ഗോമതി സ്റ്റോറിൽ പോവുകയാണ്. പക്ഷേ എങ്ങനെയാണെങ്കിലും ആനന്ദിന് ആ ഗോൾഡ് ബാലൻ്റെ കയ്യിൽ തന്നെ തിരിച്ചു കൊടുക്കണം. കാരണം നമുക്ക് അർഹതപ്പെട്ടതല്ല അത്, എനിക്കോ ഗോമതിക്കോ എനിക്കോ ദേവിക്കോ അർഹതപ്പെട്ടതല്ല. അതുകൊണ്ട് ആ ഗോൾഡ് തിരിച്ച് എങ്ങനെയും അച്ഛൻ്റെ കയ്യിൽ കൊടുക്കണം. അങ്ങനെ ആനന്ദ് കടയിൽ ചെന്നും ബാലൻ്റെ അടുത്ത് ഇത് പറയുന്നുണ്ട്. ആ പൈസ, അത് ഗോൾഡ് വിറ്റിട്ട് അച്ഛൻ ആ പൈസ ജീവന് കൊടുക്കുക, അനുമോളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലേ എന്നിങ്ങനെ പറയണം കേട്ടോ.
അങ്ങനെ ഈ സമയത്ത് ബാലൻ പറയുന്നുണ്ട്, അതായത് കുറേ നാൾ മുന്നേ ഗോമതി സ്റ്റോർ ഒന്ന് ഇതാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഉദയഭാനു സാറ് തന്ന 10 ലക്ഷം രൂപയാണ്. ആ സമയത്ത് എനിക്കത് തിരിച്ചു കൊടുത്താൽ സാറ് വാങ്ങില്ല. ഞാനപ്പോൾ ആലോചിച്ച് അത് എങ്ങനെയെങ്കിലും ദേവിയുടെ കയ്യിലെങ്കിലും എത്തിച്ചാൽ മതി. അപ്പോൾ കുറച്ച് ഗോൾഡായിട്ട് മേടിച്ച് ദേവി മോളെ ഏൽപ്പിച്ചതായിരുന്നു അതെന്നിങ്ങനെ പറയാനായിട്ടോ. അപ്പോഴും ബാലൻ്റെ ഉള്ളിൽ ഉദയഭാനു സാറിനെ ഒരു സംശയത്തിൻ്റെ പേരിൽ ബാലൻ ഇങ്ങനെ കണ്ടു പൈസ എടുക്കുന്നത്. പക്ഷെ അതൊന്നും ആനന്ദിനെ അറിയിച്ചില്ല. അങ്ങനെയൊക്കെ ഒരു സംശയം ഉണ്ടെന്ന് പറഞ്ഞാൽ ഉദയഭാനു സാറിനെ കുറിച്ച് അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാൽ ആനന്ദിന് ഒരു വിഷമാവില്ല. അതുകൊണ്ട് ബാലൻ ആ കാര്യങ്ങളൊന്നും പറയാനില്ല. പക്ഷേ ഈ 10 ലക്ഷം രൂപ തന്ന് തിരിച്ചു കൊടുക്കാൻ ഞാൻ കണ്ട മാർഗ്ഗം ഇതാണ്, ദേവിമോളുടെ ഗോൾഡായിട്ട് കൊടുക്കുക എന്ന്. അപ്പം നമ്മുടെ ആനന്ദ് മനസ്സിലോർക്കണി, ഈ ഉദയഭാനുവിന് എങ്ങനെ ഈ 10 ലക്ഷം രൂപ കിട്ടി, എങ്ങനെയാണ് അത് അറിയണം. അങ്ങനെ ആനന്ദ് പതുക്കെ അവിടെ നിന്ന് നേരെ ഉദയഭാനുവിൻ്റെ അടുത്ത് ചെന്ന് 2 കീറൊക്കെ കൊടുത്തിട്ട് ചോദിക്കുന്നത്, തനിക്ക് എങ്ങനെയാണോ 10 ലക്ഷം രൂപ അന്ന് എൻ്റെ അച്ഛന് കൊടുക്കാൻ കിട്ടി. അപ്പോഴാണ് ഉദയഭാനു ആ കഥ പറയണത്. അതായത് സുകന്യയുടെ കയ്യിൽ നിന്ന് തട്ടിച്ചെടുത്തതാണെന്ന്. എന്തോ ഒരു ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടി തരാമെന്ന് സുകന്യയെ പറ്റിച്ച് മേടിച്ചതാണ് ആ 10 ലക്ഷം രൂപ. അതാണ് കൊണ്ടുവന്ന് നമ്മുടെ ബാലച്ചൻ്റെ കയ്യിൽ ഉദയഭാനു ഏൽപ്പിച്ചത്. അപ്പോഴേക്കും ബാലന് കളി മനസ്സിലായി. ബാലൻ നേരെ ധർമ്മനെ പോയി കാണേണ്. അതായത് കൃഷ്ണമംഗല ആ പൈസ എവിടെയാണ് എവിടെ നിന്നാണ് എന്നുള്ളത്. അങ്ങനെ സുകന്യയുടെ അടുത്ത് ധർമ്മൻ്റെ അടുത്ത് ചെന്നിട്ട് നമ്മുടെ ആനന്ദ് ഈ 10 ലക്ഷം രൂപ സുകന്യേട്ടത്തേക്ക് എവിടെ നിന്നാണ് കിട്ടിയത്, വല്ല ഗോൾഡ് വിറ്റ് കൊടുത്തതാണോ ഉദയഭാനുവിന് കൊടുത്തതെന്നൊക്കെ തിരക്കുകയാണ്. അപ്പോൾ ധർമ്മം പറഞ്ഞു, അങ്ങനെ അവളയിൽ 10 ലക്ഷം രൂപ ഒരുമിച്ച് എടുക്കാൻ ഉണ്ടാവില്ലല്ലോടാ ആനന്ദേ, ഞാൻ എന്തായാലും ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് ധർമ്മൻ സുകന്യയുടെ അടുത്ത് ചോദിക്കുമ്പോൾ സുകന്യ പറയുന്നുണ്ട്, അതെ എല്ലാവർക്കും ബിസിനസ്സും കാര്യങ്ങളും ഉണ്ട്. അപ്പം നമുക്ക് ഉദയഭാനു സാറിൻ്റെ കൂടെ നിന്നൊരു ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാർട്ട്ണർഷിപ്പിന് വേണ്ടിയിട്ട് ഞാനൊരു അഡ്വാൻസായിട്ട് 10 ലക്ഷം രൂപ കൊടുത്തതാണെന്ന് പറയാം. അല്ല നിനക്ക് ആ പൈസ എവിടെ നിന്നാണ്? അവസാനം ഒടുവിൽ സുകന്യയ്ക്ക് ആ സത്യം പറയേണ്ടി വരെയാണ്. എവിടെ നിന്നാ? അച്ചുവേട്ടൻ തന്നതാണെന്ന്. അച്യുതൻ അങ്ങനെ ഇങ്ങനെ ദാനം കൊടുക്കുന്ന ആളൊന്നുമല്ല. അപ്പോൾ ഈ കാര്യം വിളിച്ച് ആനന്ദിനെ പറയുകയാണ് ധർമ്മൻ, ഇങ്ങനെ അച്ചുവേട്ടൻ കൊടുത്ത പൈസയാണ് അത്, സുകന്യ അതാണ് ഉദയഭാനു സാറിന് കൊടുത്തതെന്നൊക്കെയുള്ള കാര്യം പറയുകയാണ്. അപ്പോൾ ആകെ കൺഫ്യൂഷനായി. അപ്പോൾ ആനന്ദ് എന്തായാലും തീരുമാനിച്ചു ഈ കാര്യം അച്ഛനെ എത്രയും വേഗം അറിയിക്കണമെന്ന്. അങ്ങനെ ബാലനെ ചെന്ന് കണ്ട് ആനന്ദ് ഈ കാര്യങ്ങളൊക്കെ പറയണം. അച്ഛാ അത് കൃഷ്ണമംഗലത്തെ പൈസയാണ്, ആ 10 ലക്ഷം രൂപ അതെങ്ങനെയായാലും തിരിച്ച് അച്ചുമാവൻ്റെ തന്നെ കൊടുക്കണം എന്നുള്ളത് ആനന്ദ് പറയുന്നത്. അങ്ങനെ ബാലൻ ആകെ കൺഫ്യൂഷനായിട്ടൊക്കെ ഇരിക്കുന്ന സീനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇത് ഇനി വരുന്ന എപ്പിസോഡിൽ വരുന്നതാണ് ഈ ദേവിയുടെ സ്വർണം ആനന്ദ് കണ്ടെത്തുന്നതും അത് തിരിച്ച് കൃഷ്ണമംഗലത്തേക്ക് കൊടുക്കാനുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് നാളെ വരുന്ന എപ്പിസോഡിലാണ് നമ്മുടെ മിത്ര ചെന്ന് ജയിലിൽ കാണുന്ന സീനും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങളൊന്ന് കേട്ടിഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം ഇനി വരും എപ്പിസോഡുകൾ ഇതുപോലെ നമുക്ക് പ്രൊമോ കിട്ടുന്നതനുസരിച്ച് നിങ്ങളുടെ മുന്നിൽ ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ സാന്ത്വനം 2ൻ്റെ പ്രൊമോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അതോടൊപ്പം ഈ ചാനലിൽ തന്നെ നമ്മൾ രാത്രി 9:30 നമ്മുടെ മഴതോരും മുമ്പേ സീരിയലിൻ്റെ അടിപൊളി സീനുകളാട്ടോ ഇനി വരുന്നത്. അപ്പോൾ ഈ 2 സീരിയലും പ്രൊമോ നിങ്ങൾ കേട്ട് നല്ല രീതിയിലൊന്ന് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക്